സനോജ്, ഇതിലിപ്പോൾ കളക്ടറോടക്കം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഈ 2 മണിക്കൂർ സമയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപകടം നടന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒരു വൈകൽ നേരിട്ടോ എന്നുള്ളത്. അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വളരെ ശ്രമകരമായ ഒരു ദൗത്യം കൂടിയായിരുന്നു അത്. പക്ഷേ അതാണ് ഒരു ആക്ഷേപമായി നിലനിൽക്കുന്നത്. അതിൽ കളക്ടർ എന്താണ് പറയുന്നത്? പ്രാഥമികമായി അദ്ദേഹം വിവരശേഖരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ. താൻ ഇപ്പോൾ വന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പരിശോധിച്ചതിന് ശേഷം കാര്യങ്ങൾ വിശദമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആവർത്തിച്ച് ചോദിച്ചു, ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? 2 മണിക്കൂർ വൈകിയിട്ടുണ്ട്, 2 കെട്ടിടങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്നു, അതിൻ്റെ 3ാമത്തെ നിലയിലെ ബാത്റൂം തുറന്നു പ്രവർത്തിക്കും, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കളക്ടറോട് ഉന്നയിച്ചുവെങ്കിൽ കൂടിയും കളക്ടർ ഈ കാര്യത്തിൽ വിശദമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി, രക്ഷാപ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല, രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നു എന്ന തരത്തിലുള്ള ചില തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ട്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് UDF ഉൾപ്പെടെയുള്ള ആളുകൾ മുതലെടുപ്പിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വസ്തുതാപരമായ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മേഖലാതല യോഗം നടക്കുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടം സംഭവിക്കുമ്പോൾ ഈ അപകടം നടന്നുവെന്ന വിവരം ആദ്യം അറിയപ്പെട്ടത് മാധ്യമപ്രവർത്തകർ കൈരളി ന്യൂസ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. നമുക്കൊപ്പം മറ്റു മാധ്യമപ്രവർത്തകരും വന്നു. നമ്മൾ ഈ സംഭവ സ്ഥലത്ത് വന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ 10 മിനിറ്റ് സമയമെടുത്തില്ല. അപ്പോഴേക്കും മന്ത്രി VN വാസവൻ എത്തുന്നു. VN വാസവൻ എത്തി കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്നു. തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നു. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ, മിഷണറികൾ, ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടം പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങൾ മനുഷ്യസഹജമായ രീതിയിൽ മാനുഷിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം വലിയ കോൺക്രീറ്റ് പാളികളായിരുന്നു അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എടുത്തു മാറ്റണമെങ്കിൽ മണ്ണ് മാന്തി യന്ത്രം വന്നേ തീരൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ കാര്യങ്ങൾ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മണ്ണ് മാന്തി യന്ത്രം അവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് മന്ത്രി വീണ ജോർജും VN വാസവനും കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് മണ്ണുമാന്തി യന്ത്രം ഈ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിനുള്ളിലൂടെ അകത്തേക്ക് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ മണ്ണുമാന്തി യന്ത്രം കടന്നു വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ തടസ്സങ്ങളായി നിന്നിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുകയും ഭിത്തിയുടെ ചില പാളികൾ പൊളിച്ചു മാറ്റിയുമാണ് ഇവിടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിക്കുന്നത്. അങ്ങനെ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഒരു സ്ത്രീയുടെ ശരീരം കിട്ടുന്നത്. അങ്ങനെ ഉടൻ തന്നെ അവരെ അത്യാഹിതത്തിൽ എത്തിച്ചുവെങ്കിലും അവരുടെ മരണം അപ്പോഴേക്ക് സംഭവിച്ചിരുന്നു. അവരുടെ മകൾക്കും പരിക്കേറ്റിരുന്നു. എന്തായാലും അതിദാരുണമായ സംഭവ വികാസമാണ്. ആദ്യഘട്ടത്തിൽ ആരും മരണപ്പെട്ടിരുന്നില്ല, അപകടമുണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു. പിന്നീട് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു ആളെ കണ്ടെത്തി അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്. വസ്തുതാപരമായ കാര്യം ഇതായിരിക്കെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ 4 പാടും ബഹുനില കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നടുമുറ്റം പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്തരമൊരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഇത്തരത്തിൽ വളരെ ശ്രമകരമായി തന്നെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം സർക്കാർ സംവിധാനങ്ങൾ നടത്തിയത്. അത് കാണാതെയാണ് ഇപ്പോൾ കാടടച്ച് വെടിവെച്ചുകൊണ്ട് സർക്കാരിനെതിരെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ചില കോണുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസിത.